ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും പ്രോഫിറ്റ് ഉള്ള ബിസിനസ് തുടങ്ങണം. നിന്റെ കൊട്ട നിറച്ച ഐഡിയ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതെങ്കിലും ഒരെണ്ണം പറ. എന്റെ ഇഷ്ടം പോലെ ഐഡിയ ഉണ്ട്, പക്ഷെ ചിലത് കോസ്റ്റ്ലി ആണ്, അതാണ് പ്രശ്നം. പഴയ പോലെ കാറിലെ കച്ചവടം വല്ലതുവാണെങ്കിൽ ഞാൻ ഇല്ല. என்ன நாய்க்குட்டா அவங்க என்ன பண்ணிட்டு இருக்காரு? பேத்தண்ணி சாப்பிடுறாங்களா? ഏയ് അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. അതും ഈ പറമ്പിൽ വെച്ച് അതില്ല. അവൻ്റെ ആ തള്ളക്കൊണ്ടില്ല, തലയ്ക്ക് ചുറ്റും കണ്ണാണ്. അത് മാത്രമല്ല, ഇത്രയും വളർത്തുന്നൊന്നും അവർ നോക്കൂല. നല്ല ഹീറോ വെച്ച് കൊടുക്കും അവര് കവളം മടലിന്. പിന്നെ എതുക്കടാ അന്ത കമ്മിറ്റി? അതെന്തോ ബിസിനസ് ഐഡിയ ഉണ്ടാക്കുവാണ്. അയ്യോ, ഏയ് അങ്ങനെ പേടിക്കാനൊന്നുമില്ല വെള്ളപ്പശു. ഇതെന്തോ ചെറിയ ചെലവിലുള്ള എന്തോ സെറ്റപ്പാ. அதுக்கு நீ எதுக்காகடி பயப்பட வேண்டும்? ചെമ്പകം, നീ വീട്ടിൽ വരുന്നതിന് മുന്നേ ഉള്ള കഥയാണ്. ഈ നായിന്റെ മോൻ, സോറിയുടെ പട്ടി, ഈ പന്ന മോനുണ്ടല്ലോ, അവന് ബിസിനസ് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അവന്റെ തന്തേനെയും തള്ളേനെയൊക്കെ ശല്യം ചെയ്ത് അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി. അവന് കൊടുക്കാൻ കാശുണ്ടാക്കാൻ വേണ്ടി എൻ്റെ മൂത്ത ചേച്ചി അമ്മിനീനെയും ഗ്രാവിനെയും വിറ്റ് കിട്ടിയ കാശും കൂടെ ചേർത്ത് 1 ലക്ഷം രൂപയാണ് ഈ തണ്ടിക്ക് കൊടുത്തത്. ஐயோ, அப்ப இனி காசு வேணாச்சா? உன்னையும் விட்டுடுவாங்களா? എന്നെ മാത്രമല്ല പിന്നെയും വിൽക്കാം അല്ലേ? എന്നെ വിറ്റാൽ മാത്രമേ കാശ് കിട്ടത്തുള്ളൂ. ஐயோ, அது இருக்கட்டும். அவனோட பிசினஸ் என்னாச்சு? അവൻ ആ കാശിൽ നിന്ന് പകുതി എങ്ങാണ്ട് മുടക്കി ഒരു ചക്കര കാറ് വാങ്ങി, അംബാസിഡർ പഴയത്. അവന്റെ ബിസിനസ് എന്തുവായിരുന്നടാ? അതല്ലേ രസം. ഇവിടെ നിന്ന് കടലിലെ മീനും കയറ്റി പാലക്കാട് കൊണ്ടുപോയി വിൽക്കും. അവിടെ കടലൊന്നും ഇല്ലല്ലോ. എന്നിട്ട് അവിടുത്തെ തേങ്ങ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. ഡബിൾ ലാഭമെന്നാവും പറഞ്ഞത്. അത് വന്ന് നല്ല ഐഡിയ താന്. ഐഡിയ ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ ബിസിനസ് പൂട്ടി. അവൻ ഇവിടെ നിന്ന് മീനും കയറ്റി പോകുന്ന വഴി ആ പഴയ ചക്കട വണ്ടി വഴി കിടന്ന്. പിന്നെ അതിനെ മെക്കാനിക്കലൊക്കെ വിളിച്ച് നന്നാക്കി എടുത്തപ്പോൾ 2-3 ദിവസം എടുത്തു. അപ്പോൾ മീനൊക്കെ ചീഞ്ഞ് നാറി തുടങ്ങി. പഞ്ചായത്തുകാർ 25,000 രൂപ ഫൈനും അടിച്ച്. മുതലും പോയി, കാറും വിറ്റ്. എല്ലാ ബിസിനസ്സും തൊലച്ച് ചെറുക്കനാണ് അവൻ. പുതിയ ഐഡിയ ആയിട്ട് വന്നേക്കാണ് അവൻ. ദൈവമേ, ഭയങ്കര ഐഡിയ ഒന്നും ആ തെണ്ടിക്ക് തോന്നിക്കരുതേ. കടവുളെ എങ്ക അപ്പാത്തടേ. പിന്നെ പരാജയം വിജയത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ഇത്തവണ ഞാൻ ഉദ്ദേശിക്കുന്നത് മഷ്റൂം ഫാമിംഗ് ആണ്. മഷ്റൂം കൃഷി. മാജിക് മഷ്റൂം ആണ്. ഒന്ന് പോരാ, ഇത് ശരിക്കും മഷ്റൂം കൂൺ അതായത് ഒരു 10,000 രൂപ ചെലവ് വരും. ഇത്രേ ഉള്ളൂ. വല്ല നടക്കുന്ന കാര്യം പറയടാ. ഇത് നടക്കും. ഇത് സിമ്പിളാണ്. വിത്ത് വാങ്ങുക, മുളപ്പിക്കുന്നു, അത് വലുതാവുന്നു, വെട്ടിവിൽക്കുന്നു. ഇതിന്റെ മരമാണോ വെട്ടിവെക്കാൻ? എവിടെ വളർത്തു? അത് നമ്മുടെ തൊഴുത്തിൽ തന്നെ സെറ്റപ്പ് ആക്കാം. മഷ്റൂം തിന്ന കാലം മറന്നേ പോയാച്ച്. ഭേഷാ സാപ്പിടില്ല. എന്റെ ചെമ്പകം, ആ ചെക്കൻ വളർത്തണ മഷ്റൂമാണ്, തിന്നാനല്ല. മടുത്താ പോലും ചിലപ്പോ കുളിയിലേക്ക് പോകേണ്ടി വരും, പറഞ്ഞേക്കാം. പിന്നെ ആ ആടിന്റെ കൂട്ടില തൊഴുത്തിലൊക്കെ ആയിട്ട് 50 രൂപ അതൊക്കെ സിമ്പിളായിട്ട് സെറ്റപ്പ് ആക്കാം. നിങ്ങൾ ഇതുവരും കേൾക്കുന്നുണ്ടോ? അവൻ നമ്മുടെ കൂട്ടിലെന്തോ വളർത്താൻ പോണെന്ന്. അതും തിന്നാം. പറയാ ആര് കേക്ക. താൻ പുറത്ത് കിടക്കേണ്ടി വരും, പറഞ്ഞേക്കാം. ഉത്തരവാദിത്തം ഇല്ലാത്ത പോത്ത്. ഇതൊക്കെ ആര് വാങ്ങിക്കാനാണ്? ഫാം ടു കസ്റ്റമർ ആ രീതിയാണ്. നമുക്ക് ഫുൾ പ്രോഫിറ്റ് ആണ്. ഒരാൾക്ക് ലാഭം നമ്മൾ കൊടുക്കണ്ട, മുഴുവൻ ലാഭം നമുക്ക് തന്നെ. അതിനുവേണ്ടി നമ്മൾ ഓരോ ഫ്ലാറ്റിലും ചെന്ന് നമ്മൾ ഓർഡർ പിടിക്കണം. 1-2 ഫ്ലാറ്റുകളുടെ ഇതിൽ കയറിയാൽ മതി, നമ്മളെ ഫുൾ സെയിൽ നടക്കോളെ. വാല് തുറക്കൊന്നുമില്ലല്ലോടാ. വരാനല്ലേ പറഞ്ഞത്? തള്ളി നോക്കടാ. അതേ തുറന്നടാ. കബോർഡ് ബോയ്സ്, കബോർഡ്. വാ ഇരിക്കെ. എന്ത് കുലീനനായ മനുഷ്യനല്ലേ. ഇരിക്കെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നല്ല ക്ഷീരം കാണും, ചൂടല്ലേ, കുറച്ച് കൂൾ എടുക്കട്ടെ. ആയിക്കോട്ടെ. Smart guys, I love your smartness. By the by, my name is Havildar Damodar. എന്റെ പ്ലട്ടൂണിലുള്ളവർ എന്നെ ദാമോദർജി എന്നാണ് വിളിക്കാറ്. എന്ത് നല്ല മനുഷ്യനല്ലേ. എന്താ ഒരു കുശലം. അല്ല സാറ് എത്ര നല്ല മനുഷ്യൻ. മറ്റു ഫ്ലാറ്റിലുള്ള ആളുകളൊക്കെ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കഥ കടക്കുമായിരുന്നു. കൺട്രി പീപ്പിൾസ് എല്ലാവരും ഒരുമാതിരി നമ്മളെ പോലെയുള്ള എനർജറ്റിക് ഫെലോസിനൊന്നും ഇമാതിരി പീപ്പിൾസുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റില്ല. യു ആർ നൗ ഇൻ എ പെർഫെക്റ്റ് പ്ലേസ്. യു നോ വൺസ് കാര്യം പറയടാ. സാർ, വീട്ടിലേക്ക് ആവശ്യമായ കൂൺ നമ്മൾ നേരിട്ട് ഫാമിൽ നിന്നും വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. സാറിനത് വേണോ എന്നറിയാൻ വേണ്ടി വന്നതാണ്.
കൂൺ? ഓഹോ ഹോ ഹോ ഹോ, മാജിക് മഷ്റൂം. അയ്യോ സാറേ അതല്ല സാർ, ഇത് നല്ല എഡിബിൾ കൂണുകളാണ്, കറി വെക്കാം. പിന്നെ പച്ചക്ക് തിന്നാൻ ദൂറാനും നല്ലതാ. വെറുതെ ഇടയ്ക്ക് ഏറി വളിപ്പടിക്കാതെ. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ഞാൻ പണ്ട് കൂൺ കറി തിന്ന് 3 ദിവസം നിർത്താതെ തൂറി. അത് തൂറ്റൽ കൂണ്, ഇത് വേറെ. ഓക്കെ, നിങ്ങൾക്ക് എത്ര കൂൺ തരാൻ കഴിയും? എത്ര വേണേലും തരാം. ഒരു 100 kg ഉടനെ വേണ്ടി വരും. അല്ല സാർ, വിത്ത് മേടിക്കാൻ പോകുന്നേ. അല്ല സാർ, വിത്ത് കിളുത്തു. ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ വിളവെടുക്കാം. 100 കിലോ എന്ന് പറയുമ്പോ ദിസ് വീക്ക് 100 kg വേണ്ടി വരും. നെക്സ്റ്റ് വീക്ക് ഇനിയും കൂടുതൽ വേണ്ടി വരും. ഐ വിൽ സെൻഡ് യു ലെറ്റർ. അപ്പൊ തൊഴുത്ത് പോരാതെ വരൂടാ. നീ എന്താ വടി വിഴുങ്ങിയ പോലെ ഇരിക്കണത്? ആദ്യമായിട്ടാടാ എന്റെ ഒരു ഐഡിയ ഇത്രയും സക്സസ് ആവുന്നത്. എടാ, എന്താണ്? ആ കാലിലോട്ട് നോക്കിടാ. എന്റെ അല്ല, അയാളുടെ. നമുക്കൊരു 1000 kg ഇറാനിലേക്ക് ഉടനെ കയറ്റി അയക്കേണ്ടി വരും. അവിടെ വാർ സ്ട്രാറ്റജീസ് ചർച്ച ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് വീക്ക് ചരങ്ങ് പോകുന്നുണ്ട്. നമുക്ക് അവിടെ ആയിട്ട് കുറച്ച് ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓടിക്കോടാ, ഇയാൾക്ക് പിരാന്താണ്.